CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനവാസ മേഖലയായ മണ്ണാർക്കാട് തത്തേങ്ങലത്ത് വീണ്ടും പുലിയിറങ്ങിയത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തത്തേങ്ങലം സ്വദേശി ബിജുവിന്റെ വീട്ടിലെ വളർത്തുനായയെ പുലി കടിച്ചു കൊന്നു. വീടിനോട് ചേർന്ന കൂട്ടിനുള്ളിൽ കെട്ടിയിട്ടിരുന്ന നായയെയാണ് പുലി പിടികൂടിയത്. പുതിയ ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായതോടെ ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുൻ വൈസ് പ്രസിഡന്റ് ഷീജമോളുടെ പേരും പരിഗണനയിലെന്ന് സൂചന. നേരത്തെ വേറെ പേരുയർന്നിരുന്നെങ്കിലും ഷീജമോളുടെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബലമായി ഉയർന്നു കേൾക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് പിന്നാലെ മണ്ണാർക്കാട് നഗരത്തെ ഇളക്കിമറിച്ച് UDF പ്രവർത്തകരുടെ വിജയാഘോഷം. CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പാട്ടുവെച്ച് നൃത്തം ചെയ്തും മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകർ ആവേശം പ്രകടിപ്പിച്ചു. മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാളിക്കടവ് പാലത്തിനായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പ് തുടരുന്നു. പാലം യാഥാർത്ഥ്യമാക്കാൻ ജനപ്രതിനിധികളും നാട്ടുകാരും ചെയ്യാവുന്നതെല്ലാം പൂർത്തിയാക്കി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഏറെയായി. ഭരണാനുമതിക്കും സാമ്പത്തികാനുമതിക്കുമായി സർവകക്ഷി പാലം കമ്മിറ്റി അടുത്ത ദിവസം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകും. അഡ്വക്കേറ്റ് റിൻഷ മലപ്പുറം നഗരസഭ ചെയർപേഴ്സണാകും. മലപ്പുറം നഗരസഭയുടെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുമെന്ന് റിൻഷ പറഞ്ഞു. ജനവാസ മേഖലയായ മണ്ണാർക്കാട് തത്തേങ്ങലത്ത് വീണ്ടും പുലി ഇറങ്ങിയത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തത്തേങ്ങലം സ്വദേശി ബിജുവിന്റെ വീട്ടിലെ വളർത്തുനായയെ പുലി കടിച്ചു കൊന്നു. വീടിനോട് ചേർന്ന കൂട്ടിനുള്ളിൽ കെട്ടിയിട്ടിരുന്ന നായയാണ് പുലി പിടികൂടിയത്. പുലർച്ചെ വീട്ടുകാർ നോക്കിയപ്പോഴാണ് നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. നായയുടെ പകുതിയോളം ഭാഗം പുലി ഭക്ഷിച്ച നിലയിലാണ്. ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വന്യജീവി ശല്യം രൂക്ഷമാണെന്ന് പരാതിയുണ്ട്. വീടിന്റെ തൊട്ടടുത്തു വരെ പുലി എത്തിയത് നാട്ടുകാരെ കടുത്ത ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. പിന്നെ അവർക്ക് ഒരുപാട് നിയമങ്ങളുടെ പ്രയാസങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. കാരണം പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ആവാസത്തിനും അതുപോലെ തന്നെ അവരുടെ ജീവൻ നിലനിർത്തുന്നതിനും വേണ്ടിയാണ്. ജനങ്ങളാകെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നത്? അവരുടെ സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം എന്തിനു വേണ്ടിയാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എന്നുള്ളതും കൂടെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ നിയമക്കുരുക്കിലുള്ളവരും ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഞങ്ങൾക്ക് കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു തരണമെന്നാണ് പറയാനുള്ളത്. തത്തേങ്ങലത്തും പരിസര പ്രദേശങ്ങളിലും പുലിയുടെ സാന്നിധ്യം പതിവാകുന്നത് തോട്ടം തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റേതായ മാർഗം സ്വീകരിക്കേണ്ടതായി വരും. അതിലേക്ക് വിടാതെ ഇതിൽ കർശനമായ നിലപാടുകളും കർശനമായ പരിഹാരങ്ങളും ഉണ്ടാവണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. CCN മണ്ണാർക്കാട്. മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാളിക്കടവ് പാലത്തിനായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പ് തുടരുന്നു. പാലം യാഥാർത്ഥ്യമാക്കാൻ ജനപ്രതിനിധികളും നാട്ടുകാരും ചെയ്യാവുന്നതെല്ലാം പൂർത്തിയാക്കി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഏറെയായി. ഭരണാനുമതിക്കും സാമ്പത്തികാനുമതിക്കുമായി സർവകക്ഷി പാലം കമ്മിറ്റി അടുത്ത ദിവസം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകും. പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ള പാലം പ്രോജക്ടിന് 17 കോടി രൂപയുടെ DPR തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ട് ഏറെ കാലമായി. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ 25 കോടി രൂപ അടങ്കൽ തുകയും ടോക്കൺ മണിയും നീക്കിവെച്ച കാളിക്കടവ് പാലം പദ്ധതിക്ക് ഭരണാനുമതിയും കിഫ്ബിയിൽ ഉൾപ്പെടുത്തി സാമ്പത്തിക അനുമതിയും സർക്കാരിന്റെ പ്രത്യേക അനുമതിയും എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണം. ഇതിനായി സർവകക്ഷി പാലം കമ്മിറ്റി മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നിവർക്ക് അടുത്ത ദിവസം നിവേദനം നൽകും. പാലത്തിന്റെ അനുബന്ധ റോഡിന് ആവശ്യമായ 37 സെന്റ് സ്ഥലം സമിതി ഭൂവുടമകളിൽ നിന്ന് വാങ്ങി സർക്കാരിലേക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും 5 ലക്ഷം രൂപ വീതം അനുവദിച്ചു. ശേഷിക്കുന്ന തുക കർമ്മസമിതി നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്താണ് സ്വരൂപിച്ചത്.
പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ നിന്ന് കരിങ്കല്ലത്താണി ആലിപ്പറമ്പ് പാതയെയും പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി സംസ്ഥാന പാതയിലെ കാറൽമണ്ണയെയും ബന്ധിപ്പിക്കുന്നതാണ് കാളിക്കടവ് പാലം. സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായാൽ അലനല്ലൂർ, വെട്ടത്തൂർ, കരിങ്കല്ലത്താണി ഭാഗത്ത് നിന്ന് ചെറുപ്പുളശ്ശേരി, ഒറ്റപ്പാലം, ഷൊർണൂർ ഭാഗങ്ങളിലേക്ക് എളുപ്പമാകും. തൂതപ്പുഴയുടെ ഇരുകരകളെയും 150 മീറ്റർ നീളത്തിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന് 6 തൂണും ഇരുവശങ്ങളിലും 1 മീറ്റർ വീതിയിൽ നടപ്പാതയും 180 മീറ്റർ ദൈർഘ്യമുള്ള അപ്രോച്ച് റോഡും ഉണ്ടാകും. CCN ചെറുപ്പുളശ്ശേരി. കടമ്പഴിപ്പുറ ന്യൂ പ്രൈം മണി ഫിനാൻസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സ്ഥാപനാധികൃതർ. കടമ്പഴിപ്പുറം ആലങ്ങാട് സ്വദേശിനിയായ വീട്ടമ്മയുടെ 90 ഗ്രാം സ്വർണം സ്ഥാപനം അപഹരിച്ചുവെന്ന പരാതി കെട്ടിച്ചമച്ചതാണെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂ പ്രൈം മണി ഫിനാൻസ് കടമ്പഴിപ്പുറം ബ്രാഞ്ചിനെതിരെ പരാതി നൽകിയ ബിന്ദു എന്ന കസ്റ്റമറെ മുൻനിർത്തിക്കൊണ്ട് ചില തൽപര കക്ഷികൾ കമ്പനിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നതാണ്. ഞങ്ങളുടെ നല്ലവരായ കസ്റ്റമർ ഇതെല്ലാം തള്ളിക്കളയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പണയ കാലാവധി കൃത്യമായി കഴിഞ്ഞതിനെ തുടർന്ന് നിയമപരമായ നടപടികളിലൂടെയാണ് സ്വർണം ലേലം ചെയ്തത്. ലേല തീയതിയും മറ്റു വിവരങ്ങളും പലതവണ ഉപഭോക്താവിനെ അറിയിച്ചിരുന്നെങ്കിലും ഇവർ സ്ഥാപനത്തിൽ വരാനോ സ്വർണം തിരിച്ചെടുക്കാനോ തയ്യാറായില്ല. അവർ 2022-23 കാലയളവിലാണ് നമ്മളുടെ സ്ഥാപനത്തിൽ ഗോൾഡ് ലോൺ വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഒരുപാട് തവണ അവരെ പുതുക്കുന്നതിനായിട്ടും ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിനായിട്ടും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ബ്രാഞ്ചുമായിട്ട് ഒരു തരത്തിലും സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം നമ്മൾ ഓപ്ഷൻ നോട്ടീസ് അടക്കം വാട്സപ്പ് മെസ്സേജ്, ഓപ്ഷൻ നോട്ടീസ് എന്നിവയൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. ബാങ്കിൽ നിന്ന് ലേലം സംബന്ധിച്ച അറിയിപ്പ് നൽകിയിരുന്നു. ലേല നോട്ടീസ് നൽകിയതിന്റെ എല്ലാവിധ രേഖകളും സ്ഥാപനത്തിന്റെ കൈവശമുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഇതിൽ നിന്ന് കസ്റ്റമർക്ക് നമ്മൾ അയച്ച ഓപ്ഷൻ നോട്ടീസാണത്. അവര് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ 1 തവണ അല്ല 2 തവണ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ ലേലം നടന്നതിന് ശേഷവും പരാതിക്കാരി ബാങ്കുമായി മറ്റിടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഓപ്ഷൻ എടുത്തതിന് ശേഷവും ഈ കസ്റ്റമർ നമ്മൾ മുഖേന ഒരുപാട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുന്നെയാണ് ഈ ബിന്ദു പറഞ്ഞ ആളുടെ മകൻ നമ്മളുടെ ഓഫീസിൽ വരികയും അവരുടെ നിലവിലുള്ള ഗോൾഡ് ലോൺ എല്ലാം പുതുക്കുകയും പണം കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതികളിൽ സത്യസന്ധതയില്ലെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയതായും അധികൃതർ കൂട്ടിച്ചേർത്തു. ബിന്ദു എന്ന കസ്റ്റമർ നമ്മുടെ ബ്രാഞ്ചിൽ ആദ്യമായിട്ട് സ്വർണം വയ്ക്കുന്നത് 2022 കാലയളവിലാണ്. 1 വർഷം തികഞ്ഞതിന് ശേഷം 1 തവണ അവർ 10,000 രൂപയോളം ഗോൾഡിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അടച്ചിട്ടുണ്ട്. അതിന്റെ രേഖകൾ നമ്മൾ അന്ന് അവർക്ക് നൽകിയതുമാണ്. അതിനുശേഷം 2024 അവസാന മാസം വരെയും നമ്മൾ അവരെ പലപ്പോഴായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും അവർ വെച്ചിരിക്കുന്ന ഗോൾഡിലേക്ക് എത്രയാണ് പലിശയും മുതലും ചേർത്ത് അടയ്ക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവർ ഒരിക്കൽ പോലും നമ്മുടെ ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്യാനോ അതിൽ വെച്ചിരിക്കുന്ന സ്വർണത്തിലേക്ക് പലിശ ഇനത്തിൽ 1 രൂപ പോലും അടയ്ക്കാനോ തയ്യാറായിട്ടില്ല. പലപ്പോഴായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവർ പലപ്പോഴും ഹോസ്പിറ്റൽ കേസാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അവസാനം 1 വർഷത്തിന് ശേഷം നമ്മൾ ലേല നോട്ടീസ് അയച്ചപ്പോൾ അത് അവർ അക്നോളജ്മെന്റ് പ്രകാരം നമുക്ക് അവർക്ക് കിട്ടാത്തതുകൊണ്ട് തിരിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. 2 തവണ ലേലത്തിന് നോട്ടീസ് അയച്ചിട്ടും അവർ യാതൊരുവിധ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അവസാനം 1 വർഷത്തിന് ശേഷം നമ്മൾ പല അവധികൾ നൽകി അവസാനം അവർ എടുക്കുന്നില്ല എന്നൊരു സിറ്റുവേഷനിൽ മാത്രം നമ്മൾ ലേലത്തിൽ എടുത്തിട്ടുള്ളതാണ്. സ്ഥാപനത്തെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മാനേജിംഗ് ഡയറക്ടർ ശരണ്യ, മാനേജർ ദിവ്യ, ഏരിയ മാനേജർ ഹരീഷ് എന്നിവർ പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. പുതിയ ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായതോടെ ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുൻ വൈസ് പ്രസിഡന്റ് ഷീജമോളുടെ പേരും പരിഗണനയിലെന്ന് സൂചന. നേരത്തെ വേറെ പേര് ഉയർന്നിരുന്നെങ്കിലും ഷീജമോളുടെ പേരാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രബലമായി ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ഷീജമോൾക്ക് ഭരണരംഗത്തെ മികച്ച അനുഭവ സമ്പത്തും അധ്യാപന രംഗത്തെ മികവുമാണ് ഇത്തവണയും അനുകൂല ഘടകങ്ങളാകുന്നത്. 5-ാം വാർഡ് ഇടത്തറയിൽ നിന്നും 153 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവർ ഇത്തവണ വിജയിച്ചത്. 2015 മുതൽ തുടർച്ചയായി പാലോളിപ്പറമ്പ് വാർഡിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച ചരിത്രവും അവർക്കുണ്ട്. നിലവിൽ വനിതാ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റും മണ്ഡലം വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിക്കുന്ന ഷീജമോൾ മികച്ച സംഘാടക കൂടിയാണ്.
ജോലിയിലാണ്. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റായും അവിടെ തന്നെ 6 വർഷം ഗസ്റ്റ് അധ്യാപികയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ചെറുകര MIC സ്കൂൾ, കരുണ TTI, മെസ് വിമൻസ് കോളേജ് എന്നിവിടങ്ങളിലും അധ്യാപികയായി പ്രവർത്തിച്ചിട്ടുള്ള ഷീജ ടീച്ചറെ പ്രസിഡന്റ് പദവിയിലേക്ക് ഉയർത്തണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നതായാണ് വിവരം. നേരത്തെ കാമ്പുറം വാർഡിൽ നിന്ന് വിജയിച്ച ആയിഷ മേക്കോട്ടിലിനെ പരിഗണിക്കുന്നതായി സൂചനയുണ്ടായിരുന്നെങ്കിലും ഒരു വിഭാഗം ഷീജമോളുടെ പേര് ഉയർത്തുകയായിരുന്നുവെന്നാണ് വിവരം. ആകെ 23 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ 15 ലീഗ് അംഗങ്ങളും 3 കോൺഗ്രസ് അംഗങ്ങളും അടക്കം 18 സീറ്റുകൾ നേടിയാണ് UDF അധികാരം ഉറപ്പിച്ചത്. പ്രസിഡന്റ് സ്ഥാനം ലീഗ് വഹിക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് പദവി കോൺഗ്രസിന് നൽകാനാണ് നിലവിലെ ധാരണ. കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗാണ് കൈവശം വെച്ചിരുന്നത്. അന്തിമ തീരുമാനത്തിനായി പാർട്ടിക്കകത്തും മുന്നണിയിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. CCN പെരിന്തൽമണ്ണ. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് പിന്നാലെ മണ്ണാർക്കാട് നഗരത്തെ ഇളക്കി മറിച്ച് UDF പ്രവർത്തകരുടെ വിജയാഘോഷം. CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പാട്ടുവെച്ച് നൃത്തം ചെയ്തും മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകർ ആവേശം പ്രകടിപ്പിച്ചു. മണ്ണാർക്കാട് പട്ടണത്തിന്റെ രാജ്യാധികാരം ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ ഏൽപ്പിച്ച നല്ലവരായ വോട്ടർമാരോട് ഹൃദയത്തിന്റെ ഭാഷകൾ നന്ദി അർപ്പിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ സാരഥികളിതാ. ആഘോഷം CPM ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ പ്രവർത്തകർ നിയന്ത്രണം വിട്ട് ആഹ്ലാദിച്ചു. CPM ലോക്കൽ സെക്രട്ടറിയെ ലക്ഷ്യം വെച്ചും കടുത്ത പരിഹാസങ്ങളാണ് വിജയാഹ്ലാദത്തിനിടെ ഉയർന്നത്. മണ്ണാർക്കാടിന്റെ നാടും നഗരവും ഐക്യജനാധിപത്യ മുന്നണിയുടെ പൊല്ലാപുരം കോട്ടയാണെന്ന് ഉച്ചസ്ഥലം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ CPM-കാരന്റെ മാടമ്പി രാഷ്ട്രീയത്തെ മണ്ണാർക്കാടിന്റെ പരിപാവനമായ മണ്ണിൽ നിന്ന് മൂക്കിലൂടെ മരിക്കാമെന്ന് ആലോചിച്ച CPM-ന്റെ മാടമ്പി രാഷ്ട്രീയത്തിനെതിരെ കുന്തിപ്പുഴ ഡിവിഷനിൽ CPM-ന് ലഭിച്ച കുറഞ്ഞ വോട്ട് വിഹിതത്തെ പ്രവർത്തകർ കളിയാക്കി. വോട്ടെണ്ണൽ ഫലം പുറത്തുവന്ന ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ലോകത്തെ ആദ്യ ലോക്കൽ സെക്രട്ടറിയാണ് താനെന്ന് CPM നേതാവിനെ UDF പ്രവർത്തകർ മൈക്കിലൂടെ പരിഹസിച്ചു. ഒന്നാം വാർഡിൽ കിട്ടിയത് ഒരോട്ടാണോ സഖാവേ, നിങ്ങൾക്ക് ഒന്നാം വാർഡിൽ കിട്ടിയത് ഒരോട്ടാണ് സഖാവേ, നിങ്ങൾക്ക് 23-ാം വാർഡിൽ കിട്ടിയത് 67 വോട്ടാണോ സഖാവേ. വോട്ട് കച്ചവടം നടത്തി മണ്ണാർക്കാടിനെ തകർക്കാമെന്ന് വ്യാമോഹിച്ചവർക്ക് കാലം കാത്തു സൂക്ഷിച്ചു വെച്ച മറുപടിയാണോ സഖാവേ. കൺതുറന്ന് കാണുക. CCN മണ്ണാർക്കാട്. അഡ്വക്കേറ്റ് റിൻഷ മലപ്പുറം നഗരസഭ ചെയർപേഴ്സണാകും. മലപ്പുറം നഗരസഭയുടെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുമെന്ന് റിൻഷ പറഞ്ഞു.
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, എൻ്റെ പാർട്ടി വലിയൊരു അവസരമാണ് എനിക്ക് തന്നിട്ടുള്ളത്. മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സിലെ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. മലപ്പുറം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ, അതോടൊപ്പം തന്നെ ആളുകളുടെ എല്ലാവരുടെയും ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് എൻ്റെ പാർട്ടിയുമായിട്ടും എൻ്റെ സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ച് പോവും. ഈ അവസരത്തിൽ എനിക്ക് ഈ അവസരം നൽകിയ എൻ്റെ പ്രിയ വോട്ടർമാരോടും അതോടൊപ്പം എൻ്റെ പാർട്ടിയും നന്ദിയോടെ സ്മരിക്കും. മലപ്പുറം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും ഭരണസമിതിയുടെ ആദ്യ യോഗവും കഴിഞ്ഞയുടനെയാണ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഭരണസമിതി നേതൃത്വത്തെ പ്രഖ്യാപിച്ചത്. റിനിഷ വാർഡ് 38 കാരപ്പറമ്പിൽ നിന്ന് 686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അഭിഭാഷകയായ ഇവർ 2015-20 കാലത്ത് മുനിസിപ്പൽ കൗൺസിലിൽ അംഗമായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ളവരുടെ പേരും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. ഉപാധ്യക്ഷ സ്ഥാനം കോൺഗ്രസിനാണ്. ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നഗരസഭയിൽ UDFന് 38 അംഗങ്ങളുണ്ട്. 26-നാണ് അധ്യക്ഷ ഉപാധ്യക്ഷരുടെ തിരഞ്ഞെടുപ്പ്. CCN മലപ്പുറം. പൂവത്താണി ആലിപ്പറമ്പിലെ റോഡിലെ ചോരാണ്ടി ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ അരികച്ചാലിലേക്ക് മറിഞ്ഞ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. പാതായിക്കര പുത്തൻ പീടികയിൽ മൈമൂനയ്ക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് 6:45 സംഭവം. ആലിപ്പറമ്പ് ഭാഗത്തു നിന്നും പാതായ്ക്കരയിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ ചോരാണ്ടി ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിൽ ഇടിക്കുകയും തുടർന്ന് അരികുചാലിലേക്ക് മറിയുകയുമായിരുന്നു. അപകട സമയത്ത് ഡ്രൈവറെ കൂടാതെ 3 സ്ത്രീകളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. മൈമൂന ഒഴികെയുള്ള മറ്റുള്ളവരുടെ പരിക്ക് സാരമുള്ളതല്ല. അപകടം നടന്ന ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരാണ് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചത്. പരിക്കേറ്റ മൈമൂനയെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ മുഹമ്മദ് അലി തന്റെ സ്വകാര്യ വാഹനത്തിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ചാലിലേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷ നാട്ടുകാർ ചേർന്നാണ് തള്ളിക്കയറ്റിയത്. CCN ചത്തല്ലൂർ. വെള്ളിനേഴി നാടുനായർ സ്മാരക കലാകേന്ദ്രത്തിന്റെ 24ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള താടിയരങ്ങ് 2025 ബുധനാഴ്ച വെള്ളിനേഴി കലാകേന്ദ്രം രൗദ്രശ്രീ ഓഡിറ്റോറിയത്തിൽ നടക്കും. സാംസ്കാരിക സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. 2001 പ്രസിദ്ധ കഥകളി പ്രയോക്താക്കളായിരുന്ന ശ്രീ കുമാരൻ നായരാശൻ, വിക്രമൻ നായരാശൻ, പത്മഭൂഷൺ രാമനാഥ് നായരാശൻ, രാമതലം പത്മനായരാശൻ തുടങ്ങിയവർ നേതൃത്വത്തിൽ സ്ഥാപക പ്രസിഡന്റായിട്ടുള്ള താഴത്തേരി കേശവൻ മാസ്റ്ററുടെ വീട്ടിൽ തുടങ്ങിയ കളരി വാടക ബിൽഡിങ്ങിലും പുറംപോക്കിലും പിന്നീട് നമ്മുടെ സ്ഥലങ്ങളിലൊക്കെയായി കൊണ്ട് നടന്നു 95 വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടത്തി കലാലോകത്തിലേക്ക് സംഭവം. ഈ വർഷം ബഹുമാനപ്പെട്ട MP ശ്രീകണ്ഠൻ അവരുടെ MP ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടൊരു കളരി അദ്ദേഹം സാങ്ഷനായതിന്റെ പണി പുരോഗമിക്കുന്ന സന്തോഷം കൂടിയും കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഒരു സഹകരണത്തോടെ ഈ കൊല്ലത്തെ താടിയരങ്ങ് ഡിസംബർ 24-ാം തീയതി വിവിധ പരിപാടികളോട് ആഘോഷിക്കും. രാവിലെ 10 മണിക്ക് തുടങ്ങി ദിവസം പുലർച്ചെ വരെയുള്ള പരിപാടികളിൽ യോഗ, മോട്ടിവേഷൻ ക്ലാസ്, അപകടം സംബന്ധിച്ച പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള പരിശീലന ക്ലാസ്, നൃത്തനൃത്യങ്ങൾ, കൈകൊട്ടിക്കളി, കഥകളി ചൊല്ലിയാട്ടം, പിന്നെ വൈകുന്നേരം മുതൽക്ക് രാവിലെ വരെയുള്ള വ്യത്യസ്തമായ ചുവന്താടി വേഷങ്ങൾ അവതരിപ്പിക്കുന്ന വ്യത്യസ്തമായ താടിയരങ്ങ് ആഘോഷിക്കും. കളിയരങ്ങിലെ ചുവന്ന താടി വേഷക്കാരിൽ പ്രഗത്ഭനായ വെള്ളിനേഴി നാടുനായരെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായാണ് ബുധനാഴ്ച രാവിലെ 10 മുതൽ വ്യാഴാഴ്ച പുലർച്ചെ വരെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 6:30 കേളിയോടെയാണ് തുടക്കം. കഥകളി ലോകത്തെ മൺമറഞ്ഞ കലാകാരന്മാരെ അനുസ്മരിക്കും. സാംസ്കാരിക സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. കലാകേന്ദ്രം പ്രസിഡന്റ് വെള്ളിനേഴി അച്യുതൻകുട്ടി അധ്യക്ഷനാകും. വയനാട് ADM K ദേവകി, വെള്ളിനേഴി നാടുനായരുടെ പത്നി മേലേതിൽ പാറുക്കുട്ടിയമ്മ, വാർഡംഗം C പത്മപ്രിയ എന്നിവർ വിശിഷ്ടാതിഥികളാകും. കലാകേന്ദ്രത്തിന്റെ വികസനത്തിനായി രൂപകൽപ്പന ചെയ്ത കളിയരങ്ങിന് കാലടി മണ്ണ് എന്ന ധനസമാഹരണ പദ്ധതി EP കൊച്ചുകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും.
രാത്രി 7-ന് വെള്ളിനേഴി നാണുനായരുടെ മകനും കഥകളി നടനുമായ കലാമണ്ഡലം നാരായണൻകുട്ടി, ഭാര്യ രാജശ്രീ, മക്കളായ ആദിത്യൻ, പൂജ നാരായണൻ എന്നിവർ അവതരിപ്പിക്കുന്ന പുറപ്പാടോടെ കളിയരങ്ങുണരും. രാത്രി 8:30-ന് ഉത്തരാസ്വയംവരം, 11-ന് കാലകേയവധം, 12:30-ന് രാജസൂയം, വ്യാഴാഴ്ച പുലർച്ചെ 3:30-ന് നരകാസുരവധം എന്നീ ആട്ടക്കഥകൾ അവതരിപ്പിക്കും. രാവിലെ 10-ന് വിപിൻ പര്യാനംപറ്റ നയിക്കുന്ന യോഗ ക്ലാസും, ഉച്ചയ്ക്ക് 1:30-ന് ട്രോമ കെയർ വിദഗ്ധൻ മണി ശ്രീലക്ഷ്മി നയിക്കുന്ന അപകടരക്ഷാ പരിശീലനവും ഉണ്ടാകും. വൈകിട്ട് 4-ന് മോഹിനിയാട്ടം, തിരുവാതിരക്കളി എന്നിവയും 5:30-ന് കലാമണ്ഡലം രാമൻകുട്ടിയുടെയും സംഘത്തിന്റെയും ചൊല്ലിയാട്ടവും ഉണ്ടാകും. VK ശ്രീകണ്ഠൻ MP-യുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 15 ലക്ഷം രൂപ വിനിയോഗിച്ച് കലാകേന്ദ്രം കളരി സമുച്ചയ നിർമ്മാണം പുരോഗമിച്ചു വരുന്നതായും താടിയരങ്ങിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിച്ചു വരുന്നതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതുപോലെ നാടിവേഷങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള കഥകളാണ് പ്രാവശ്യവും ഞങ്ങൾ രംഗെത്തിക്കുന്നത്. അതുപോലെ നാട്ടുകാരുടെയും സ്ത്രീകളുടെയും എല്ലാം ഉന്നമനത്തിനായിട്ട് അവരുടെ കൂടിയ പ്രോത്സാഹനം നൽകുന്ന തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, യുവ കലാകാരന്മാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ വർഷം താടിയരങ്ങിന് ആഘോഷിക്കുന്നത്. പ്രസിദ്ധ കലാകാരന്മാരായ രാമേന്ദ്രൻ മിത്താൻ, ദേവദാസ്, അതുപോലെ തന്നെ യുവ കലാകാരന്മാരായ ബിപിൻ ചന്ദ്രൻ, നീരജ് എന്നിവരെല്ലാം താടിവേഷങ്ങൾ ചെയ്യുന്നുണ്ട്. സദനത്തിൽ നിന്നും റിട്ടയർഡായ സദനം പ്രിൻസിപ്പളായിരുന്ന കലാനിലയം ബാലകൃഷ്ണൻ, ഹരിപ്പാട് ബാലകൃഷ്ണപിള്ള, കോട്ടയ്ക്കൽ നന്ദകുമാരാശാൻ എന്നീ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കൊപ്പം ഒട്ടനവധി യുവ കലാകാരന്മാർ കൂടി ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ അവസരം ഒരുക്കുകയാണ്. എല്ലാവരും വരുന്നുണ്ട്. പത്രമാധ്യമ സുഹൃത്തുക്കളായ നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട്. വാർത്താ സമ്മേളനത്തിൽ കലാകേന്ദ്രം പ്രസിഡന്റ് വെള്ളിനേഴി അച്യുതൻകുട്ടി, സെക്രട്ടറി C ഉണ്ണികൃഷ്ണൻ, ഖജാൻജി V ഗോപാലകൃഷ്ണൻ, കല്ലുവഴി ഗോപി, C ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ആലിപ്പറമ്പ് വാഴയങ്കട നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾ തുടങ്ങി. ഡിസംബർ 30 വരെ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വിവിധ പരിപാടികൾ നടക്കും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. വാഴയങ്കട ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം 2025 ഡിസംബർ 23 ചൊവ്വാഴ്ച കൊടിയേറി ഡിസംബർ 30 ചൊവ്വാഴ്ച ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പന്തലക്കോടത്ത് ശങ്കരനാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രോത്സവ ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി 2 ദിവസം കഥകളി, 4 ടീമുകളുടെ നൃത്തനൃത്യങ്ങൾ, 6 ടീമുകളുടെ തിരുവാതിരക്കളി, നാരായണീയ പാരായണം, ഓട്ടംതുള്ളൽ, ഭജനസന്ധ്യ, ഭക്തിഗാനസുധ, ഡബിൾ തായമ്പക തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ കൊടിയേറ്റം ചൊവ്വാഴ്ച രാത്രി 7:30-ന് നടക്കും. തുടർന്ന് മുളയിടൽ, നിറപറവയ്ക്കൽ, രാത്രി പ്രസാദഊട്ട്, വിവിധ നൃത്തനൃത്യങ്ങൾ എന്നിവയും അരങ്ങേറും. ഉത്സവത്തിന്റെ 2ാം ദിനമായ ബുധനാഴ്ച കൈകൊട്ടിക്കളി, തൂത ഹരിഗോവിന്ദ പൊതുവാളിന്റെ തായമ്പക എന്നിവയും ഉണ്ടാകും. 3ാം ദിനം നാരായണീയ പാരായണവും വിവിധ കലാപരിപാടികളും നടക്കും. വെള്ളിയാഴ്ച രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ഈ വർഷത്തെ വിജയസ്മൃതി പുരസ്കാരം പ്രമുഖ കഥകളി കലാകാരൻ കലാമണ്ഡലം കേശവൻ നമ്പൂതിരിക്ക് സമർപ്പിക്കും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് രാത്രി തായമ്പകയും സന്താനഗോപാലം കഥകളിയും അരങ്ങേറും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. ചടങ്ങിൽ വെച്ച് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നരസിംഹമൂർത്തി പുരസ്കാരം പ്രശസ്ത കലാകാരൻ കലാമണ്ഡലം വാഴയങ്കട ബലരാമന് സമർപ്പിക്കും. ചടങ്ങിനു ശേഷം സുഭദ്രാഹരണം, കിർമീരവധം, തോരണയുദ്ധം എന്നീ കഥകളികൾ നടക്കും. ഞായറാഴ്ച ഓട്ടൻതുള്ളൽ, ഭജനസന്ധ്യ എന്നിവയ്ക്ക് പുറമെ കലാമണ്ഡലം വാഴയങ്കട ബലരാമനും കലാമണ്ഡലം ശിവദാസ് മാരാറും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പകയും അരങ്ങേറും. തിങ്കളാഴ്ച വൈകിട്ട് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പള്ളിവേട്ടെഴുന്നള്ളിപ്പ് നടക്കും. സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ ആറാട്ടെഴുന്നള്ളിപ്പും തുടർന്ന് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിപ്പും നടക്കും. 21 പ്രദക്ഷിണവും ആറാട്ട് സദ്യയും കഴിഞ്ഞ് ഉത്സവത്തിന് സമാപനമാകും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും നടത്തിവരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ
ഈ വർഷം കലാകാരന്മാർക്ക് ഏർപ്പെടുത്തിയ നരസിംഹമൂർത്തി പുരസ്കാരം തായമ്പക കഥകളി മേളം കലാകാരൻ കലാമണ്ഡലം ശ്രീ വാഴയങ്കട ബലരാമൻ ആണ് ഈ വർഷം സമർപ്പിക്കുന്നത്. ക്ഷേത്രത്തിൽ നടന്ന വിശദീകരണ യോഗത്തിൽ ദേവസ്വം മാനേജർ PV രഘുനാഥ്, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് TK ജയപ്രകാശൻ, സെക്രട്ടറി NP രാമനുണ്ണി, പ്രോഗ്രാം കൺവീനർ P രാമകൃഷ്ണൻ, ഭാരവാഹികളായ PV രാജേന്ദ്രൻ, ഹരിഗോവിന്ദൻ, രാമകൃഷ്ണൻ, വാഴയങ്കട ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനും ശ്രീകൃഷ്ണപുരം കുടുംബശ്രീ CDSും സംയുക്തമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന പഞ്ചായത്ത് തല വായ്പാ വിതരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക വായ്പാ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ 17 കുടുംബശ്രീ ഗ്രൂപ്പുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 73 അംഗങ്ങൾക്കായി ആകെ 91,65,000 രൂപയാണ് വായ്പയായി നൽകിയത്. പട്ടികജാതി വിഭാഗക്കാരുടെ സാമ്പത്തിക ഉന്നമനവും സ്വയം തൊഴിൽ സംരംഭങ്ങളും ലക്ഷ്യമിട്ടാണ് വായ്പ അനുവദിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ CDS ചെയർപേഴ്സൺ T സൗമ്യ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. CCN കടമ്പഴിപ്പുറം. മഞ്ചേരി കോഴിക്കോട് റോഡിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിലെ തൊഴിലാളികളുടെ വിപുലമായ സംഗമം ഡിസംബർ 25-ന് മഞ്ചേരി ജയശ്രീ ഓഡിറ്റോറിയത്തിൽ നടക്കും. മഞ്ചേരി CI പ്രതാപ് കുമാർ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാളികാവ്, വഴിക്കടവ്, മണ്ണാർക്കാട്, കരുവാരക്കുണ്ട്, എടത്തനാട്ടുകര എന്നിവിടങ്ങളിൽ നിന്നും മഞ്ചേരി വഴി കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളിലെ പഴയകാല ജീവനക്കാരും നിലവിലെ ജീവനക്കാരും സംഗമത്തിൽ ഒന്നിക്കും. ജോലിക്കിടെ അപകടം സംഭവിക്കുകയോ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുകയോ ചെയ്യുന്ന ജീവനക്കാരെ സഹായിക്കുന്നതിനും മരണപ്പെട്ട ജീവനക്കാരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനുമായി ഒരു സൊസൈറ്റി രൂപീകരിക്കുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം. ഞങ്ങൾ ഇതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ബസ് മേഖലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണണമെന്നുള്ളത്, അതുപോലെ തന്നെ ബസ് മേഖലയിൽ ഒരുപാട് തൊഴിലാളികൾ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ വന്നിരിക്കുക. ഒരു 10-30 വർഷക്കാലം മുന്നേ പണിയെടുത്ത തൊഴിലാളികൾ എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സംഗമം സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പഴയ കാലത്തുള്ള തൊഴിലാളികൾ അനുഭവിച്ചു പോന്ന പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള തൊഴിലാളികളെ പറഞ്ഞ് മനസ്സിലാക്കി ബസ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പൊതുജനങ്ങളുമായി എങ്ങനെ സമ്പർക്കം പുലർത്തി ആ ബസ് മേഖല നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഞങ്ങൾ ഇതിൽ കരുതുന്നു. വാർത്താ സമ്മേളനത്തിൽ ശിഹാബുദ്ദീൻ, രഞ്ജിത്ത്, അലവി, കബീർ, സമീർ, ജമാൽ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കേരള യാത്രയുടെ മുന്നോടിയായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചതുർദിന ജില്ലാ സന്ദേശയാത്രകൾ സംഘടിപ്പിക്കും. ജില്ലയെ 2 മേഖലകളായി തിരിച്ചാണ് യാത്രകൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത സെന്റിനറി ആഘോഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യ വർഷം SSFന്റെ ഗോൾഡൻ ജൂബിലി, രണ്ടാമത്തെ വർഷം SYSന്റെ 70ാം വാർഷികവും, മൂന്നാമത്തെ വർഷം അഥവാ 2025 ഈ ഡിസംബറോടുകൂടെ കേരള മുസ്ലിം ജമാഅത്തിന്റെയും പദ്ധതികളുടെ സമാപനം കുറിക്കുകയാണ്. അപ്പൊ സമസ്ത സെന്റിനറിയുടെ ആഘോഷ പരിപാടികൾ 2026 ജനുവരി 1 മുതൽ ആരംഭിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ഒരു പരിസമാപ്തിയും പ്രചരണവും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കേരള യാത്ര.
പടിഞ്ഞാറൻ മേഖലാ യാത്രയ്ക്ക് ജില്ലാ പ്രസിഡന്റ് കൂറ്റാമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയും കിഴക്കൻ മേഖലാ യാത്രയ്ക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് വടശ്ശേരി ഹസൻ മുസ്ലിയാരും നേതൃത്വം നൽകും. ഡിസംബർ 24, 25, 26, 27 തീയതികളിലായി ജില്ലയിലെ 23 കേന്ദ്രങ്ങളിൽ സന്ദേശയാത്രകൾക്ക് സ്വീകരണം നൽകും. ഡിസംബർ 27 വൈകിട്ട് 7 മണിയോടെ പടിഞ്ഞാറൻ മേഖലാ യാത്ര കോട്ടക്കലിലും കിഴക്കൻ മേഖലാ യാത്ര മലപ്പുറത്തും സമാപിക്കും. സമസ്ത സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി 3 വർഷക്കാലം നീണ്ടുനിൽക്കുന്ന വിവിധ കർമ്മ പരിപാടികളാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിലാണ് ഈ കർമ്മസാമയികം സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ഊരകം അബ്ദുറഹ്മാൻ സഖാഫി, വടശ്ശേരി ഹസൻ മുസ്ലിയാർ, കെ പി ജമാൽ, ആലിയർ ഹാജി, എ പി ബഷീർ, ടി എം ഷുഹൈബ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനവാസ മേഖലയായ മണ്ണാർക്കാട് തത്തേങ്ങലത്ത് വീണ്ടും പുലിയിറങ്ങിയത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തത്തേങ്ങലം സ്വദേശി ബിജുവിന്റെ വീട്ടിലെ വളർത്തുനായയെ പുലി കടിച്ചുകൊന്നു. വീടിനോട് ചേർന്ന കൂട്ടിനുള്ളിൽ കെട്ടിയിട്ടിരുന്ന നായയെയാണ് പുലി പിടികൂടിയത്. പുതിയ ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായതോടെ ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുൻ വൈസ് പ്രസിഡന്റ് ഷീജമോളുടെ പേരും പരിഗണനയിലെന്ന് സൂചന. നേരത്തെ വേറെ പേരുയർന്നിരുന്നെങ്കിലും ഷീജമോളുടെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബലമായി ഉയർന്നു കേൾക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് പിന്നാലെ മണ്ണാർക്കാട് നഗരത്തെ ഇളക്കിമറിച്ച് UDF പ്രവർത്തകരുടെ വിജയാഘോഷം. CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പാട്ടുവെച്ച് നൃത്തം ചെയ്തും മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകർ ആവേശം പ്രകടിപ്പിച്ചു. മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാളിക്കടവ് പാലത്തിനായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പ് തുടരുന്നു. പാലം യാഥാർത്ഥ്യമാക്കാൻ ജനപ്രതിനിധികളും നാട്ടുകാരും ചെയ്യാവുന്നതെല്ലാം പൂർത്തിയാക്കി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഏറെയായി. ഭരണാനുമതിക്കും സാമ്പത്തികാനുമതിക്കുമായി സർവകക്ഷി പാലം കമ്മിറ്റി അടുത്ത ദിവസം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകും. അഡ്വക്കേറ്റ് റിൻഷ മലപ്പുറം നഗരസഭ ചെയർപേഴ്സണാകും. മലപ്പുറം നഗരസഭയുടെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുമെന്ന് റിൻഷ പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.